നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ എന്തിനാ ജീവിക്കുന്നത്? സുഖവും സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലേ? സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്, സുഖമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു സുഖവും സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. കാര്യം എന്താ? നമ്മളുടെ മണ്ടയ്ക്കകത്ത് ഓടുന്ന, നമ്മളുടെ തലച്ചോറിനുള്ളിൽ ഓടുന്ന നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഭാവി ചിന്തകൾ, നമ്മളുടെ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, ഇനി എന്തൊക്കെയാണ് നീ നടക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്തൊക്കെയാവും എന്നുള്ള ചിന്തകളും, എങ്ങനെ ഒരു ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഓടി അലയുകയാണ് നമ്മളെല്ലാവരും. ഇതിന് നമുക്ക് പതഞ്ജലി യോഗ സൂത്രത്തിൽ പതഞ്ജലി തരുന്നൊരു ഉത്തരവാണ്. യോഗ എന്തെന്ന് വെച്ചാൽ എന്താണെന്ന്, യോഗ എന്താണെന്ന് പറഞ്ഞു തരികയാണ്. യോഗശ്ചിത്ത വൃത്തി നിരോധ. ഈ ഒരു സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്ത വൃത്തി നിരോധം ചെയ്യുക. ചിത്തത്തിലെ വൃത്തികൾ, അനാവശ്യമായ ചിന്തകളെ നിരോധിക്കുക, അകറ്റുക, ഇഗ്നോർ ചെയ്യുക. അതാണ് ചിത്ത വൃത്തി നിരോധം. മനസ്സിലായോ? അകറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അഭ്യാസം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസത്തിലൂടെ, നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ അതിനെ നിരോധിക്കുക എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, വലിയ തല പോഞ്ഞ് ചിന്തിക്കാനൊന്നുമില്ല. നമ്മളുടെ മണ്ടയ്ക്കകത്ത് വരുന്ന, നമ്മളുടെ തലച്ചോറിനുള്ളിൽ വരുന്ന അനാവശ്യമായ ചിന്തകളെ അകറ്റുക. അകറ്റാൻ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴി മാത്രമേ പറ്റുള്ളൂ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ലത് മാത്രം ഉള്ളിലോട്ട് പോകും, മൈൻഡിൽ നല്ല കാര്യങ്ങൾ മാത്രം കിടക്കും. അപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരില്ല. അപ്പം എന്ത് പറ്റും? സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ സമാധാനം കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ തന്നത്. പതഞ്ജലി മഹർഷി പറയുന്ന ഒരു കാര്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, നമസ്തേ.